പ്രതാപചന്ദ്രൻ മരിച്ചത് കോൺഗ്രസ് നേതാക്കളുടെ മാനസിക പീഡനം മൂലമെന്ന് മക്കൾ പരാതിയിൽ പറയുന്നു. വി പ്രതാപചന്ദ്രൻ അദ്ദേഹം KPCCയുടെ ട്രഷറർ ആയിരിക്കുകയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ മരണപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദം അദ്ദേഹത്തെ മാനസികമായി വളരെയധികം ഉലച്ചിരുന്നു എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ മക്കൾ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഇത്രയും വർഷം ഈ പാർട്ടിക്ക് വേണ്ടി അന്തസ്സോടുകൂടി പലരും പാർട്ടി മാറി ഒരു കാര്യം പോലും ചെയ്യാത്ത അദ്ദേഹത്തിനോട് ഇത്രയും ക്രൂരത ഇവർക്കെല്ലാം എങ്ങനെ കാണിക്കാൻ തോന്നി? 50 വർഷത്തിലധികം പാർട്ടിയെ ജീവവായു പോലെ കൊണ്ടുനടന്ന NM വിജയൻ എന്ന കോൺഗ്രസുകാരൻ പാർട്ടി പ്രവർത്തനം മൂലം ഉണ്ടായ ബാധ്യതയും പാർട്ടിയിലെ തന്നെ ചിലരുടെ ചതിയിലൂടെ ഉണ്ടായ കടക്കിണിയും തീർക്കാൻ പാർട്ടിയുടെ കൈത്താങ്ങ് തേടിയുള്ള അവസാന അപേക്ഷ. എനിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കളും മാത്രമായിരിക്കും. അതൊന്നും നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ അത്ര എളുപ്പം മറക്കുമെന്ന് നോക്കണ്ട. അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചതാണ്. അതിന് കാരണക്കാരൻ ഇദ്ദേഹം കൊടുത്ത അങ്ങേയറ്റത്തെ പ്രഷറാണ് എന്ന് വിശ്വസിക്കുന്ന ഭാര്യയും മക്കളും അച്ഛനും അമ്മയുള്ള വീടാണത്. തിരുവനന്തപുരത്ത് സർക്കാർ ഓഫീസിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മലയാള മനോരമ പ്രാദേശിക ലേഖകൻ ആനാട് ശശിയാണ് മരിച്ചത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച 1.5 കോടിയിലേറെ രൂപ തിരിച്ചു കിട്ടാത്തതിന്റെ മനോവിഷമമാണ് മരണകാരണമെന്നാണ് സൂചന. അദ്ദേഹത്തിന്റെ ഈ വരുമാനമെല്ലാം കൂടി ചേർത്തുണ്ടായ കുറച്ച് തുക മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചു. അവിടെ ഉണ്ടായ ചില സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ ആ പണം അദ്ദേഹത്തിന് സമയത്ത് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി.